ശ്രീ രാജു പി നായർ, ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നൊരു കാര്യം ഇങ്ങനെയാണ്: കോടതി നിശ്ചയിച്ച സമയപരിധി പാലിക്കേണ്ടതിനാലാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റിൻ്റെ റിപ്പോർട്ട് കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് മുൻപ് സമർപ്പിക്കേണ്ടി വന്നത്. റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ ന്യൂനതകൾ പരിഹരിച്ച് ബില്ലുകളുടെ ആധികാരികതയും സുതാര്യതയും ഉറപ്പാക്കിയ ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. ഈ മാസം 17-ന് ചേരുന്ന ബോർഡ് യോഗത്തിൽ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. അതിൻ്റെ തന്നെ ഒരു വെർഷനാണ് ഇവിടെ ഡോക്ടർ പി കെ ഗോപൻ നമ്മളോട് പറഞ്ഞത്. അതായത് വളരെ പെട്ടെന്ന് ഒരു ഓഡിറ്റ് നടത്തി, ആ ഓഡിറ്റിലെ ചില ക്രമക്കേടുകളുണ്ടായി, പൊരുത്തക്കേടുകളുണ്ടായി. ഈ കാര്യങ്ങൾ ബോർഡ് യോഗം ചേർന്ന് വിലയിരുത്തുകയോ ഓഡിറ്റ് റിപ്പോർട്ട് കാണുകയോ വിശകലനം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതിന് മുമ്പ് തന്നെ അത് സ്പെഷ്യൽ കമ്മീഷണർക്ക് സമർപ്പിക്കേണ്ടി വന്നു. ആ റിപ്പോർട്ടാണ് കോടതിയിൽ പോയിരിക്കുന്നത്. ബോർഡ് ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. പരിശോധിച്ച് കഴിയുമ്പോൾ കൃത്യമായ കണക്കുകളും വിവരങ്ങളും സമർപ്പിക്കപ്പെടുമെന്നതാണ്. അപ്പോൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളും കണക്കുകളും ഒക്കെ ആ നിലയിൽ ഒരു അശ്രദ്ധ മൂലം ഉണ്ടായതാണെന്ന ഇവരുടെ ന്യായം നിലനിൽക്കുമോ? അല്ല, ഇത് പറയാം, വേണമെങ്കിൽ AKG സെൻറ്ററിലും അല്ലെങ്കിൽ മറ്റുള്ളിടത്തൊക്കെ വിളിച്ച് ബ്രാഞ്ച് സെക്രട്ടറിമാരെയൊക്കെ വിളിച്ച് പറയാം. പക്ഷേ ഒരു ഓഡിറ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്ന സാധാരണ ആൾക്കാരോട് പറയാൻ കഴിയില്ല. എന്താ ഓഡിറ്റ്? ഓഡിറ്റ് ഈ മുഴുവൻ ഇത് 45 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന മുഴുവൻ പേയ്മെൻറ്റ്സും കൊടുത്തു തീർക്കേണ്ട, അല്ലെങ്കിൽ ബില്ല് കിട്ടേണ്ട കാര്യമുണ്ടല്ലോ. ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്നത് എസ്റ്റിമേറ്റ് ആണോ ബില്ലുകളാണോ? അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നതാണ് ശരിയെങ്കിൽ ആ ഓഡിറ്ററെ 11 വർഷമായിട്ട് വെച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റല്ലേ പറയേണ്ടത്? ദേവസ്വം ബോർഡിനെ പറയണ്ടേ? ഏതെങ്കിലും ഓഡിറ്റ് റിപ്പോർട്ട് എസ്റ്റിമേറ്റിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കുമോ? ആരെയാണ് ഈ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ബില്ലുകളും ആ ബില്ലുകളുടെ യഥാർത്ഥ കാര്യങ്ങളും ട്രാൻസാക്ഷൻസും വെച്ചിട്ടല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ആ പറയുന്നതൊക്കെ കള്ളമാണ്. പക്ഷെ ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ശ്രീ പി കെ ഗോപനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യം ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് ഏത് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങേക്കൊന്ന് പറയാമോ? ഞാൻ അങ്ങയുടെ മറുപടിക്ക് ശേഷം ചർച്ച ചെയ്യാൻ പറയാം. ശ്രീ പി കെ ഗോപൻ. അല്ല, അത് ഒന്നാമത് ഇതിന് ടെൻഡറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IIIC, അതായത് ട്രിപ്പിൾ ഐ സി എന്നുള്ളത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ്, തൊഴിൽ വകുപ്പിൻ്റെയാണ്, സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനമാണ്. ആ ട്രിപ്പിൾ ICക്കാണ് പിന്നെ ഇതിൻ്റെ കരാർ കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ നടത്തിപ്പ് ചുമതലയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക്. അതുകൊണ്ട് സർക്കാർ ഡിപ്പാർട്ട്മെൻ്റ് എന്ന തരത്തിൽ അവർക്കിത് ഡയറക്റ്റ് കൊടുക്കുന്നതിന് സാങ്കേതികമായിട്ട് യാതൊരു പ്രയാസവുമില്ല. സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്നെങ്കിൽ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ടെൻഡർ കൊടുത്തതാണ് ഇത്രയും ദിവസം പറഞ്ഞത്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്ത ടെൻഡർ ഈ പറയുന്ന ലേബർ IIITക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കൊടുക്കാൻ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഉത്തരവേതാണ്? അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇത് ട്രിപ്പിൾ IC ആണ് ഇതിൻ്റെ ചുമതല. ട്രിപ്പിൾ IC സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ്. അതിൻ്റെ നടത്തിപ്പ് ചുമതല അദാനിക്കാണോ അതോ ഊരാളുങ്കൽ സൊസൈറ്റിക്കാണോ? കരാർ കൊടുത്തത് ട്രിപ്പിൾ IC. അവർ രണ്ടുപേരും കൂടെ സംയുക്ത സംരംഭമായിട്ടാണല്ലോ ഇത് ചെയ്തത്. അവർക്ക് കരാർ ആർക്ക് കൊടുത്തു എന്നാണ് ശ്രീ രാജു പി നായർ ചോദിച്ചത്. അതാണല്ലോ ഞാൻ പറഞ്ഞത്. സർക്കാർ ഉത്തരവ് പ്രകാരം അത് ശ്രീ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കരാറില്ലാതെ സർക്കാർ വർക്കുകൾ കൊടുക്കാൻ തീരുമാനമെടുക്കുന്നത്. അന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഗവൺമെൻറ് തന്നെയാണ് ചുമതല ഏൽപ്പിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഏറ്റെടുത്ത് നടത്തുന്ന സ്ഥാപനമാണ് ട്രിപ്പിൾ IC. രാജു പി നായർ പറഞ്ഞോളൂ. ശരി. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് എത്തി. അപ്പൊ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാണ്ട് കൊടുക്കാം ഇല്ലേ? ദേവസ്വം ബോർഡ് സർക്കാർ ഏജൻസിയാണോ? അല്ലല്ലോ. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കൊടുക്കാൻ കഴിയുന്നത് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾക്കാണ്, വകുപ്പുകൾക്കാണ്. സർക്കാരിന് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. സർക്കാർ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കൊടുത്തിരിക്കുക, അത് നിബന്ധനകൾക്ക് വിധേയമായിട്ടാണോ? അത് കൊടുത്തത് ദേവസ്വം ബോർഡിന് എങ്ങനെ ആപ്ലിക്കബിൾ ആവും? അപ്പൊ ദേവസ്വം ബോർഡ് ഇത് കൊടുത്തത് ഏത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്? അയ്യപ്പ സംഗമം നടത്തിയത് ദേവസ്വം ബോർഡാണല്ലോ. ഇനി നോക്കൂ, ഊരാളുങ്കൽ സൊസൈറ്റി പി കെ ഗോപൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് ഞാൻ ചോദിച്ചാലും അപകടം അറിയാം. അതുകൊണ്ടാണ് പി കെ ഗോപൻ ആദ്യം ഒന്ന് ഉരുണ്ട് കളിച്ചത്. ഇതെങ്ങനെയാ കൊടുക്കുന്നത് നോക്കൂ. 2022 അപ്ഡേറ്റഡ്
ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ സെലക്ഷൻ ആൻഡ് അക്രഡിറ്റേഷൻ ഓഫ് ഏജൻസീസ് ഫോർ എക്സിക്യൂഷൻ ഓഫ് പബ്ലിക് വർക്ക്സ്, അത് ഫിനാൻസ് ഇൻഡസ്ട്രീസും പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായിട്ട് ഇറക്കിയിട്ടുള്ള ഉത്തരവാണ്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ULCC ഏറ്റവും അവസാനമുണ്ട്. ഏറ്റവും അവസാനം 46ാമത്തെ ആളായിട്ട് ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താ അറിയോ? ജനറൽ സിവിൽ കൺസ്ട്രക്ഷൻ വർക്ക്സ് ആസ് നോൺ PMC ആയിട്ടുള്ള ജനറൽ സിവിൽ കൺസ്ട്രക്ഷൻ വർക്ക് മാത്രമേ ഈ ഉത്തരവ് പ്രകാരം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അത് തന്നെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്, പൊതുമരാമത്ത് വകുപ്പ് അംഗീകരിച്ചിരിക്കുന്ന ഷെഡ്യൂൾ ഓഫ് റേറ്റിന്റെ താഴത്താണെങ്കിൽ മാത്രം. ഇതാണ് ഗവൺമെന്റ് ഉത്തരവ്. ഈ ഉത്തരവ് വെച്ച് ദേവസ്വം ബോർഡ് എങ്ങനെയാ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇത് കൊടുത്തത്? അവിടെ എന്ത് സിവിൽ കൺസ്ട്രക്ഷനാണ് നടത്തിയത്? ഇവന്റ് മാനേജ്മെന്റിന്. അപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തത് തന്നെ ഏറ്റവും വലിയ അഴിമതിയാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഈ സർക്കാരിന്റെ കീഴിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഈ പറയുന്ന ഓർഡർ വെച്ചുകൊണ്ട് കമ്പ്യൂട്ടർ എന്താ പറയുക, മറ്റേ ഇതുവരെ സോഫ്റ്റ്വെയർ നിർമ്മാണം വരെ കൊടുത്തു. നമുക്കറിയാലോ, GSTക്ക് വേണ്ടിയിട്ട് നമ്മുടെ വേ ബില്ല് നോക്കാൻ വേണ്ടി ഈ ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ദേവസ്വം ബോർഡ് നൽകിയ വിശദീകരണം താങ്കൾ കണ്ടോ ശ്രീ രാജു പി നായർ? ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്ന വിശദീകരണത്തിലെ ഭാഗം കണ്ടോ? ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ച് പരിചയവും കിഫ്ബി എംപാനൽ അംഗീകാരവുമുള്ള തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കേരള അക്കാദമി ഫോർ സ്കിൽസ് ഡെവലപ്മെന്റിന്റെ സെന്റർ ഓഫ് എക്സലൻസ് ആയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനെ ദേവസ്വം ബോർഡ് ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിയായി നിയമിച്ചു. കാരണം വളരെ പരിമിതമായ സമയത്തിലാണ് ദേവസ്വം ബോർഡ് ഈ പരിപാടിയൊക്കെ ഏറ്റെടുത്തത്. അതുകൊണ്ട് എല്ലാ തലങ്ങളിലും സൂക്ഷ്മതയോടെയും സത്യസന്ധതയോടെയും സംഗമം വിജയിപ്പിക്കാനാണ് ബോർഡ് ശ്രമിച്ചതെന്നാണ് അവരുടെ അവകാശവാദം. 2 ദിവസം മുമ്പ് നടന്ന ചർച്ചയിൽ ഇതല്ലല്ലോ പറഞ്ഞിരുന്നത്. 2 ദിവസം മുമ്പ് CPM പ്രതിനിധികൾ മുഴുവൻ വന്നിരുന്നതും ഇപ്പൊ ശ്രീ PK ഗോപൻ പറഞ്ഞു, എന്താ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ULCC അംഗീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് കൊടുത്തു എന്നല്ലേ? അല്ലേ? എന്നിട്ട് അവർ സബ് കൊടുത്തു എന്നല്ലേ? ഈ ഉത്തരവ് വെച്ച് അങ്ങനെ ടെൻഡർ ഇല്ലാതെ കൊടുക്കുന്നവർക്ക് സബ് കൊടുക്കാൻ കഴിയില്ല. ULCCക്ക് മാത്രമല്ല ഉമ്മൻചാണ്ടി കൊടുത്തത്, സിഡ്കോ ഉണ്ടായിരുന്നു, കാഡ്കോ ഉണ്ടായിരുന്നു, അങ്ങനത്തെ 45ഓളം ഏജൻസികൾ വേറെ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? ഏറ്റവും സാധാരണക്കാരായ ആർട്ടിസൻസ് ഉൾപ്പെടെയുള്ള സഹകരണ സംഘങ്ങൾക്ക് ആ സർക്കാരിന്റെ പദ്ധതികളുടെ ഗുണം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അത് തന്നെ ടെൻഡറിൽ 10% ലിവറേജ് കിട്ടാൻ മാത്രമാണ് അവർക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ളൊരു ഉത്തരവിന്റെ മറവിൽ ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഈ പരിപാടി എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം. അവിടെ നിന്നാണ് അഴിമതിയുടെ തുടക്കം. അപ്പോൾ അതിന് മറുപടിയില്ല. അങ്ങ് പറയുന്നത് സർക്കാരിന് മാത്രം ബാധകമായ ഉത്തരവാണ്. അങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നല്ലോ, ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. നമുക്ക് LSTD വകുപ്പിൽ നിന്ന് ഇത് ഉപയോഗിക്കാൻ വേണ്ടി എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കും കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ പല കാഡ്കോനെയും സിഡ്കോനെയും എല്ലാം നമ്മൾ പണികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് ദേവസ്വം ബോർഡിന് എങ്ങനെ ബാധകമാകും? അപ്പോൾ ദേവസ്വം ബോർഡ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തിരിക്കുന്ന, അതാണ് ഇവർ പറയുന്നത്, അത് കൊടുത്തിരിക്കുന്നത് തന്നെ അഴിമതിയാണ്. പിന്നെ രണ്ടാമത്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ഏത് ഓഡിറ്ററാണ് ബില്ലുകൾ കിട്ടാതെ ഓഡിറ്റ് ചെയ്യുക? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ ചെന്ന് ബില്ല് കിട്ടാതെ പ്രപ്പോസലും എസ്റ്റിമേറ്റും വെച്ച് ഓഡിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ഹൈക്കോടതിയുടെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റുമോ ഓഡിറ്റർക്ക്? ഇവർ പറയുന്നതാണ് സത്യമെങ്കിൽ ഈ ഓഡിറ്റിംഗ് ഏജൻസി പുറത്തു വന്ന് കാര്യം പറയണം, സത്യം പറയണം. ഏറ്റവും അൺപ്രൊഫഷണലായിട്ട് ഇവർ പറയുന്ന ബില്ലുകൾ നോക്കാതെ ഒരു ഓഡിറ്റിംഗ് നടത്തിയിട്ട് ആ ഓഡിറ്റിങ്ങിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ അക്കൗണ്ടിങ് ഏജൻസി, ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കമ്പനി പുറത്തു വന്ന് മറുപടി പറയണം. അതാണ് സത്യമെങ്കിൽ അവരുടെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്യുമോ? ബോധമുള്ള ഏതെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്യുമോ? ഒറിജിനൽ ഇൻവോയ്സ് ഇല്ലാതെ ഒരു അക്കൗണ്ടിങ് നടത്തുക? അപ്പോൾ പറയുന്നത് മുഴുവൻ കള്ളമാണ്. ഇപ്പൊ നന്ദഗോപന്റെ പേരിൽ, ഭജനത്തിന്റെ പേരിൽ പൈസ കൊടുത്തു ഇല്ലേ? നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ഇതാണ്. നന്ദഗോപന്റെ പേരിൽ പൈസ കൊടുത്തു. അവസാനം ഇപ്പൊ പറയുന്നത് അതല്ല, അത് തെറ്റിപ്പോയതാണ്, പേരെഴുതിയപ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ഇൻവോയ്സ് അവിടെ ഇരിക്കുമ്പോൾ ഓഡിറ്റിംഗ് ഏജൻസി ചോദിക്കില്ലേ, നിങ്ങൾ ആർക്കാ കൊടുത്തത്? നന്ദഗോപനാണോ കൊടുത്തു, അല്ലെങ്കിൽ മറ്റേതൊരു ഇവന്റ് മാനേജ്മെന്റ് ആണോ കൊടുത്തത്? ഇത്ര പോലും ചിന്തിക്കാതെയാണ് ഒരു ഓഡിറ്റിംഗ് ഏജൻസി ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എനിക്കും ഗോപികൃഷ്ണൻ വിശ്വസിക്കാൻ പറ്റുമോ? ഇതാണ് ഇവർ കള്ളത്തരം. ദേവസ്വം ബോർഡ് ഉൾപ്പെടെ ഇതിനകത്ത് നടത്തിയ തീവട്ടിക്കൊള്ള മറച്ചു വെക്കുന്നതിന് വേണ്ടി ഇവർ ചെയ്യാണ്. ഇനി ഞാൻ ഓഡിറ്റിംഗ് ഏജൻസിനെ വേണമെങ്കിൽ ഭീഷണിപ്പെടുത്തിയേക്കാം പുറത്തു വന്ന് പറയാതിരിക്കാൻ. പക്ഷേ അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ബില്ല് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്, അക്കൗണ്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരാളുടെ പേരിലാണെങ്കിൽ ഏത് ഓഡിറ്റിംഗ് ഏജൻസി ചോദിക്കില്ലേ? ഇതെന്താ നിങ്ങൾ ഇവർക്ക് വേണ്ടി ഇൻവോയ്സ് വേറെ ആണല്ലോ, പൈസ നിങ്ങൾ വേറെ ആൾക്കാണല്ലോ കൊടുത്തത്,
എന്ന് ചോദിക്കില്ലേ? അപ്പോൾ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത വാദങ്ങളുമായി വരികയാണ്. ഇതില് ശ്രീ രാജു പിതാർ, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു. അതായത് എത്രയാണ് പിന്നെ സ്പോൺസർഷിപ്പായിട്ട് കിട്ടിയിട്ടുള്ളത്, ആ തുക തിരിച്ചടച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പ്രശാന്ത് വേറൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ചില ഉദ്യോഗസ്ഥരുടെ അലംഭാവം കാരണം സംഭവിക്കുന്ന പിഴവുകൾക്ക് പോലും ഞങ്ങൾ കേൾക്കുന്ന പേരുദോഷം എത്ര ഭയങ്കരമാണ് എന്നാണ് അദ്ദേഹം ഈ ശബരിമല സ്വർണ്ണക്കൊളയും ഇപ്പോൾ നടക്കുന്ന അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൊക്കെയുള്ള പ്രതികരണമായി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള വീഴ്ച എന്ന നിലയിലാണ് ഇതിനെല്ലാം അവതരിപ്പിക്കുന്നത്. അല്ല, അങ്ങനെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച എന്ന് പറഞ്ഞതിന് ശേഷമാണല്ലോ ഈ പറയുന്ന പത്മകുമാറും അതുപോലെ തന്നെ മറ്റേ വിജയകുമാറും ശങ്കർദാസും ഒക്കെ ജയിലിൽ കിടക്കുന്നത് ഇല്ലേ? ഉദ്യോഗസ്ഥർ ഉണ്ടാക്കിയ വീഴ്ച എന്ന് പറഞ്ഞിട്ടല്ലേ? എന്തായിരുന്നു അവസാനം കോടതി കണ്ടെത്തിയത്? പത്മകുമാർ സ്വന്തം കൈപ്പട കൊണ്ട് തിരുത്തിയതാണെന്നല്ലേ കണ്ടെത്തിയത്? അതിനല്ലേ 90 ദിവസത്തിനടുത്തായിട്ട് ജയിലിൽ കിടക്കുന്നത്? പിന്നെ ഏത് PS പ്രശാന്ത? ഹൈക്കോടതി 2 തവണ പറഞ്ഞ 2019 ക്രമക്കേട് മറച്ചു വെക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ 2024 ജൂലൈയിൽ മകരവിളക്ക് വരുന്നു, അതിനു മുമ്പായിട്ട് ഈ പ്രഭഭംഗിയ ദ്വാരപാലക ശില്പവും എല്ലാം രണ്ടാമത് പ്ലേറ്റ് ചെയ്യണം, അതുകൊണ്ട് ഇവിടെ നിന്ന് ചെയ്യാൻ സമയമില്ല, ചെന്നൈക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞൊരു തിടുക്കം ഉണ്ടാക്കിയിട്ട് കോടതിന് മുമ്പിൽ ചെന്നു. അവരും ദേവസ്വം കമ്മീഷൻ പറഞ്ഞു ഇപ്പം കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. മകരവിളക്ക് ഒക്ടോബർ 2025 തുടങ്ങി ജനുവരിയിലോ ഫെബ്രുവരിയിലോ അവസാനിച്ചു. പിന്നെ ഒരു തിടുക്കവും ഇല്ല. അവസാനം ജൂലൈ 2025 ആയപ്പോൾ വീണ്ടും തിടുക്കം വന്നു. മകരവിളക്കിന് മുമ്പായിട്ട് ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകണം. എന്താ കോടതി പറഞ്ഞത്? ഈ 2019 ക്രമക്കേട് മറച്ചു വെക്കാൻ വേണ്ടി ഈ 2 പ്രാവശ്യവും അനാവശ്യമായ തിടുക്കം കാണിച്ച് ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന. ആ PS പ്രശാന്ത് അല്ലേ ഇപ്പോൾ വന്നിട്ട് പറയുന്നത്? എന്ത് വിശ്വാസതയാ ഈ കാട്ടുകൊള്ളകൾക്കുള്ളത്, ഈ കൊള്ളക്കാർക്കുള്ളത്? ഹൈക്കോടതി 2 ഉത്തരവിലാണ് പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ സമയത്തെക്കുറിച്ച്. എന്നിട്ട് സർക്കാരിന്റെ സംരക്ഷണയിൽ മാത്രം നിൽക്കുന്നത്. 2 തവണ ചോദ്യം ചെയ്തില്ലേ? ഗോപികൃഷ്ണൻ ഞാനും അറിഞ്ഞില്ലല്ലോ, PK ഗോപൻ അറിഞ്ഞിട്ടുണ്ടാവും, ഞാനും അങ്ങും അറിഞ്ഞില്ലല്ലോ. ചോദ്യം ചെയ്തത് 4 ദിവസം കഴിഞ്ഞല്ലേ അറിയുന്നത്? 2 പ്രാവശ്യവും. അങ്ങനെ സർക്കാരിന്റെ സംരക്ഷണയിൽ നിൽക്കുന്ന ഈ ശബരിമല കൊള്ളയിലെ പ്രധാന കിങ് പിൻ പറയുന്ന വാക്കുകളൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ വാക്കുകൾ നേരത്തെ പറഞ്ഞെടുത്താണ് ഇപ്പോൾ 9ഓളം CPM ജയിലിൽ കിടക്കുന്നത് അയ്യപ്പന്റെ മുതൽ കട്ടതിന്. അപ്പൊ അതുകൊണ്ട് ഇത് കറക്ക് കമ്പനിയാണ്. കറക്ക് കമ്പനി നടത്തി കടകാലിയാക്കൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ CPM. കടകാലിയാക്കൽ വിൽപ്പന അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഇനി ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കടകാലിയാക്കൽ വിൽപ്പന കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുക. അതാണ് ദേവസ്വം ബോർഡ് ബെഞ്ചിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടന്ന ഒരു പരിപാടിയിൽ പോലും ഇതാണ് കാണിച്ചതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് പറയാൻ കഴിയില്ല, വിശ്വാസികളുള്ളതുകൊണ്ട് പറയുന്നത് ശരിയല്ല. പക്ഷെ അവിടെ ചെന്ന് ഈ പറയുന്ന വലിയ വ്രതവും ഒക്കെ എടുത്ത് 100 കണക്കിന് കിലോമീറ്റർ അന്യസംസ്ഥാന മനുഷ്യരൊക്കെ നടന്നു വരുമ്പോൾ അവിടെ ഇരിക്കുന്നതിനെ കണ്ട് തൊഴുന്നത് എന്താണ് എന്ന് പോലും സംശയം ഉണ്ടാക്കുന്ന അവസ്ഥയിലല്ലേ? ദ്വാരപാലക ശില്പവും വാതിൽപ്പാളിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.